ചങ്കാള എങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ ജീവിക്കുക? നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില അടിച്ച് കയറുകയാണ്. സാധാരണക്കാരും കൂലിപ്പണിക്കാരൊക്കെ ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ, ഒരു പാക്ക് ഉപ്പിന് 135 റുപ്യാണ്. ഞാൻ നോണ പറയില്ല, കാണിച്ചു തരാം, ബാക്കി കണ്ടു വയ്ക്കും. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? പിന്നെ ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഫസ്റ്റായിട്ടാണ് കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ നിങ്ങൾ, ഉപ്പാണ് സാധനം. നമ്മൾ ഇതുപോലെ അതന്നെ, അത് നേരത്തെ കാണിച്ച കല്ലുപ്പ്, ഇത് പൊടിയുപ്പ് കേട്ടോ. സാധാരണ നമ്മൾ ഉപ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ വില എത്ര ഉണ്ടാവില്ല? ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ പാക്കറ്റിന് അല്ലേ? എന്നാൽ ഇതിൻ്റെ വില എത്ര അറിയോ? കിലോക്ക് 135 രൂപ ഒരു കിലോക്ക് വില. അപ്പോൾ ഇതിന് ഇത്രമാത്രം ഗുണങ്ങൾ എന്താ സംഭവം എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഫസ്റ്റായിട്ട് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത്രമാത്രം ഗുണങ്ങൾ എന്താ അതിൽ അടങ്ങിയത് എന്നുള്ളത്. ഇത് തമിഴ്നാടിൽ നിന്ന് വരുന്നതാണ് സാധനം. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് സാധനം. ഇത് കല്ലുപ്പ്, ഇത് പൊടിപ്പ്. ഇതിൻ്റെ റേറ്റ് 135 റുപ്യ ഒരു കിലോക്ക്. പിന്നെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഇതിൻ്റെ ബാക്കിൽ എഴുതുന്നത്. അതുപോലെ തന്നെ പൊടിപ്പിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ? 110 റുപ്യ. അപ്പോൾ ഇനി നമുക്കൊക്കെ ഇങ്ങനത്തെ ഉപ്പ് വാങ്ങലേ. പക്ഷെ ഞാനിത് ഫസ്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇതിനെപ്പറ്റി അറിയണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ച് പരിചയമുള്ളവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? കുറേ ഇംഗ്ലീഷിൽ അതിൻ്റെ ബാക്കിലൊക്കെ എഴുതിയാണ്. നമുക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. അതാണ് സാധനം. തമിഴ്നാടിൻ്റെതാണ് ഇത്. മേഡ് ഇൻ തമിഴ്നാടാണ്, കേരളത്തിൻ്റെതല്ല കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയുള്ള ഉണ്ടാവില്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിയണോല് ഒന്ന് കമൻറ്റ് ചെയ്യണേ.